is the viewing of മരണപര്യന്തം Mrs. Leela John വിലപ്പെട്ടതായി കണക്കാക്കുകയും coming home to അനുഗ്രഹകരമായി നിങ്ങളുടെ and then there are ജീവിതകാലത്ത് some നിങ്ങൾ prayers in between going on. അവയെ ഒന്നുകൂടെ സമ്പുഷ്ടമാക്കി സമൂഹത്തിന് അനുഗ്രഹകരമായ വിധത്തിൽ കൈമാറുവാനായിട്ട് നിങ്ങൾക്ക് വലിയ കടപ്പാടുകൾ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ആശ്വാസവും സമാധാനമായിരിക്കട്ടെ. വരുന്ന ആളുകളിലൊക്കെ തൻ്റെ തുണയെ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ദൈവം ജീവിതത്തിൻ്റെ എല്ലാമായി തുണയായി സഖിയായി ജീവിതത്തിൻ്റെ ഒരു നിത്യ സഹകാരിയായി കൂടെ എന്ന ഈ സമയത്ത് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതം വളരെയധികം ക്ഷണഭംഗുരമാണ്, നൈമിഷികമാണ്, താൽക്കാലികമാണ്. നിശ്ചയാർത്ഥമായിട്ടുള്ള വേളയിൽ ഞങ്ങൾ ഈ ലോകത്തോട് ഇടപെടുവാനായി പ്രാർത്ഥിച്ചതാണ്. കർത്താവേ, ഈ പ്രദേശത്ത് വളരെ നാളുകൾ ജീവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിച്ചതായിട്ട് ഇങ്ങനെ ഈ സ്ഥലത്ത് ചെലവഴിച്ചതായിട്ടുള്ള ബാല്യവും യൗവനവും ഒക്കെ പോലെ തന്നെ മടങ്ങി വന്ന് ഇവിടെ താമസിച്ചതായിട്ടുള്ള കാലഘട്ടത്തിലുമൊക്കെ ചുറ്റുപാടുകൾക്ക് പ്രകാശമായി അനേകർക്ക് പ്രചോദനമായി ജീവിക്കാൻ ഇടയാക്കിയ എൻ്റെ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബജീവിതത്തിന്റെ എല്ലാവിധമായ ധന്യതയ്ക്കായിട്ട് മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, എൻ്റെ ദാസി ജീവിതത്തിന്റെ ഈ വളരെ അടുത്തതായിട്ടുള്ള ഈ കാലഘട്ടങ്ങളിലൊക്കെ ക്ഷീണിതയായി രോഗിയായി ഒക്കെ കാണപ്പെട്ട അവസ്ഥയിൽ നിന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. നിന്നുള്ള ആശ്രയം ഓർത്തുകൊണ്ട് ജീവിക്കാൻ ഇടയാക്കി ഓർത്ത് എൻ്റെ ദാസിന്റെയും ജീവിതം എത്രമാത്രം ധന്യമായിരുന്നു, എത്രമാത്രം മറ്റുള്ളവർക്ക് ഒരു മാർഗദർശകമായിരുന്നു എന്ന് ഞങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ അവിടുത്തെ ദിവസമായ അവസരത്തിൽ അവിടുന്ന് വിളിച്ചു ഞങ്ങൾ മാറ്റി. ഞങ്ങൾക്ക് എല്ലാവർക്കും കനത്ത ദുഃഖവും സങ്കടവും നഷ്ടവും കൊണ്ടുവരുന്നത്. എങ്കിലും നിന്റെ സന്നിധിയിലാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഞങ്ങളുടെ ഉണ്ടാകെ വെച്ചിരിക്കുന്നതായിട്ടുള്ള ധന്യമായ പൈതൃകത്തെ കുറിച്ചുള്ള ഒരാഴമായ അവബോധം ഞങ്ങൾക്ക് നൽകുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമെന്ന് ആവശ്യമായിട്ടുള്ള ധൈര്യവും പ്രത്യാശയും നൽകി വരുന്ന ആളുകളൊക്കെ പ്രതികരിക്കുകയും കാത്തുകൊള്ളുന്നു. മറ്റുള്ളവർക്ക് കൂടെ അവരോട് കൂടെ പ്രവർത്തന മേഖലകളിലൊക്കെ ഒരു വാഴ്ത്തണം. ഞങ്ങളെല്ലാവരെയും എൻ്റെ ആശ്വാസത്താൽ നടത്തത് ജീവിതം എത്രമാത്രം ഹ്രസ്വമാണെന്ന് ഓർക്കുന്നത്. ഈ ഹ്രസ്വമായിട്ടുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നിറവേറ്റേണ്ടതായിട്ടുള്ള ചുമതലകൾ നിറവേറ്റി ദൈവത്തോടും മനുഷ്യരോടുള്ള ബന്ധങ്ങളെ കർത്താവിനെ അവധാനപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയായി നിലനിർത്തി ഞങ്ങളെ വിളിക്കുന്ന അവസരത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഇന്ന് നടക്കേണ്ടതായ ശുശ്രൂഷയും ദൈവാലയത്തിലേക്കുള്ളതായ വിലാപയാത്രയും തുടർന്ന് നമ്മൾ നടക്കുന്നതായ ശുശ്രൂഷകളിലൊക്കെ ദൈവങ്ങളായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം.